നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. ഓണായിട്ട് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മധുരമായിട്ടാണ്, ഒരു പായസമാണ്. വെർമിസില്ലി വെച്ചിട്ടുള്ള ഒരു പായസമാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഒന്നുമല്ല, വ്യത്യാസമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ചാനലിൽ ഒരുപാട് സദ്യക്ക് വേണ്ട ഒരുപാട് വിഭവങ്ങളുണ്ട്, ഒരുപാട് പായസങ്ങളുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ ഐ കാർഡിലും അതുപോലെ എൻ സ്ക്രീനിലും ഒക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഓണം സ്പെഷ്യൽ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണാം. ഇവിടെ നമ്മൾ 100 ഗ്രാം റോസ്റ്റഡ് വെർമിസില്ലി എടുത്തിട്ടുണ്ട്. 1/2 കിലോ ശർക്കരയാണ്, 2 കപ്പ് പാല്, 6 കപ്പ് വെള്ളം. ഇത് ശർക്കര പാനിക്കും അതുപോലെ തന്നെ വെർമിസില്ലി വേവിച്ചെടുക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ 1/2 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ചുക്ക്, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, പിന്നെ മുന്തിരി വേണം, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് വേണം, പിന്നെ നമുക്ക് ആവശ്യത്തിന് നെയ്യ് വേണം, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കണ്ടൻസ് മിൽക്കും വേണം. അതും നമ്മൾ മധുരം നോക്കിയിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ശർക്കര പാനി കാച്ചാണ്. അതിന് വേണ്ടി 1 കപ്പ് വെള്ളം ഒഴിച്ച് സ്റ്റവ് ഓൺ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഉരുക്കി വരുന്ന സമയം കൊണ്ട് നമുക്ക് വെർമിസില്ലി വേവിച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് 5 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വറുത്ത വെർമിസില്ലി ഇട്ട് കൊടുക്കാം. നമുക്ക് പാല് തിളപ്പിക്കാം. 2 കപ്പ് പാല്. ഇപ്പോൾ ശർക്കര എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ബാക്കി പാലും തിളച്ച് വരണം, അതുപോലെ തന്നെ വെർമിസില്ലി ഒന്ന് വെന്ത് വരാൻ കൂടെ വേണം. ഇതിപ്പോൾ പാല് ചൂടായിട്ട് ഇങ്ങനെ തിള വരാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കട്ട കട്ടാതെ ഇളക്കണം. ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ച് ശർക്കര ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഒന്നും കൂടെ കുറുകി വരണം. അതിന് മുമ്പ് നമ്മൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. ഒന്നും കൂടെ ഒന്ന് കുറുകി വരണം. അപ്പോൾ ഇതിങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പാലും അതുപോലെ തന്നെ പാൽപ്പൊടിയും കൂടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. തിളച്ചൊന്ന് കുറുകി വന്നാൽ മാത്രം മതി. ഇപ്പോൾ ഏതാണ്ട് കറക്റ്റാണ്. നമുക്കിനി ഇതിലേക്ക് ഏലക്ക പൊടി ചേർക്കാം. അതുപോലെ തന്നെ ചുക്കും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഇത്രയാണ്. അപ്പോൾ ഇത് ഏതാണ്ടായിട്ടുണ്ട്. ഇനിയും വെച്ച് കഴിഞ്ഞാൽ നല്ലോണം കട്ടയാവും. അപ്പോൾ കുറച്ച് കൂടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കട്ടയാവും. അപ്പോൾ നമുക്കിപ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് വറുത്തിടാം. നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. 1.5 മുതൽ 2 വരെ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. മുന്തിരിയും കൂടി ഇട്ടു. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം.